ഇതല്ല ഞാൻ പറയാം. വധൂരി എന്ന് പറഞ്ഞ ഒരു തൃശ്ശൂർ പ്രയോഗമാണ്. ഞാൻ അത് കേട്ടിട്ടില്ല. വധൂരി എന്നൊക്കെ വിളിക്കുമ്പോ ഒന്ന് പോകൂ വധൂരി എന്ന് പറയാൻ പറ്റുമോ? ശരി, ഇതിനകത്ത് ജോബ് പറഞ്ഞ കറക്റ്റ് അല്ലേ? അസൂരി എന്ന് ഞാൻ ആദ്യം കേട്ടത്. കറക്റ്റ് മറുപടി കേട്ടോ. അല്ല, ഞാൻ ബിജുചേട്ടനിൽ കണ്ടൊരു കാര്യം, എപ്പോഴാണെങ്കിലും കമന്റ്സ് പറയുന്നതിന് മുന്നേ സോറി ഏട്ടാ, ഞാൻ അങ്ങനെ കളിയാക്കി. ഇല്ല, ക്യാപ്റ്റൻ ഇട്ട് തന്നെ പിള്ളേരെല്ലാം ട്രോളാൻ പഠിപ്പിച്ചത് ഇതുവണ ഇട്ട് തന്നെ അടുത്ത പണി ഗുരുദക്ഷിണ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അയച്ചു കുട്ടിക്കും. ചേച്ചി എന്റെ കൂടെ എന്നിട്ട് അവസാനം എല്ലാം കൂടെ കൊണ്ടുപോയി ചെയ്യും. നമുക്ക് ഒരുമിച്ച് എവിടെ വേണം കളിക്കാൻ പോവാം, ബീച്ചിൽ പോവാം, എവിടെ വേണോ പാട്ടിന് മാത്രം ഒതുങ്ങി നിൽക്കണ്ട മോനെ, എല്ലാത്തിനും എന്റെ കൂടെ വാ. പിന്നെ ചെണ്ട അത് നീ എന്റെ പുറത്ത് കൂട്ടിക്കോ. എന്തായാലും കൊച്ചുങ്ങളെ കയ്യിലെടുക്കാൻ റിമിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എനിക്ക് പെട്ടെന്ന് തന്നെ മറുപടി ചെണ്ട എൻ്റെ പുറത്ത് കുട്ടിക്കോളാൻ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇവരുടെയൊക്കെ കൂടെ ഇരിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുസ് കൂടുന്ന കാര്യമേ അറിയത്തില്ല. എപ്പോഴും ചെറുപ്പമായിട്ട് തന്നെ ഇരുന്നോളൂ പോകാൻ. സത്യം പറ, നമ്മളെ പറഞ്ഞത് കേട്ടതിന് ശേഷം ശരിയല്ലേ? കേട്ടില്ലേ? ഇല്ല ഞാനങ്ങനെ കള്ളത്തരം ചെയ്യില്ല, പറയാനുള്ളത് നേരിട്ട് പറയും. നമുക്കത് ചെയ്താ ശീലം. ഇനി അടുത്ത സിത്തുമണിയുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? മോഹമുന്തിരി വാറ്റിയ ജാവ് അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ട്. സിദ്ധുമണിയുടെ പാട്ടിൽ ഏതാ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞ് ഉടനെ പാടുവാങ്ങ. ഇത്രയും വയസ്സിലൊക്കെ ദൈവാനുഗ്രഹം നല്ല ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നു മോളായിട്ട് അദ്ദേഹം ദീർഘായുസായിട്ടിരിക്കട്ടെ. ഒത്തിരി സന്തോഷം കുഞ്ഞുങ്ങളിങ്ങനെ പാടുന്ന കാണുമ്പോൾ. തൃശ്ശൂർക്കാരുടെ അഭിമാനമുത്തേ. പൊളിച്ചുട്ടാ, ഇപ്പോഴാണ് കറക്റ്റ് ആയത്. പൊളിച്ചു. പൊളിച്ചല്ലാന്ന് പൊരിക്കുകയാണ് ചെയ്തതാണ്. പൊരിച്ചൂട്ടാ, അതാണ്. അതേ തൃശ്ശൂർ സ്റ്റൈലിൽ ഞാൻ വിജയോട് പറയുകയാണ്, എന്തുകൊണ്ട് എങ്ങനെയാടാ നീ പറയണേ? അല്ല റിമു, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാലോ അല്ലേ? ഇവർക്ക് രണ്ടുപേർക്കും ആയിട്ടില്ല. ഞാൻ കേട്ടൊരു വാർത്ത ഇവർക്ക് ഇല്ലാന്നൊക്കെ കേൾക്കണുണ്ട്. ഇതെന്നെ പറയട്ടെ, പിള്ളേരുടെ ഇഷ്ടത്തിനാണ് വിടുന്നത്. പിള്ളേര് ഞങ്ങൾ രണ്ടുപേരും മാറി എടുക്കാന്നൊക്കെ പറയാ. ഈ ഗായത്രിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ഉണ്ട്. സാധനമാണ് ഒരു ദിവസം അല്ലദീൻ ഇവിടെ എന്തോ ചീത്ത പറഞ്ഞ ആകെ കളിയാക്കുന്ന സംഭവം തിരിച്ച് ചീത്ത പറയുന്നതാണ്. പോടാ മരമണ്ട. നമ്മൾ കടക്കുകയാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് ജോ ബേബി. ഒരു നല്ല പാട്ടുകാരനാണ്. ഈ മാർക്ക് തരുന്നത് ഇപ്പോഴത്തെ ഈ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. പറ്റൂല, നല്ല പാട്ടിനാണ് നല്ല മാർക്ക് കൊടുക്കണം. നിങ്ങൾ മിണ്ടരുത്. ഓക്കെ, അങ്ങനെ മര്യാദക്ക് പറയൂ. അൻവയ, അവിടെ ആരൊക്കെയാ ഇരിക്കുന്നേ? സിത്തുമണി, വിദ്വണ്ണൻ, ജോ ബേബി, റിമു. ഇപ്പൊ കുഞ്ഞു പിള്ളേരുടെ പേര് നമ്മള് കമന്റ്സിന് ചിരിക്കുന്ന ഇങ്ങനെ ഇങ്ങനെയാണ് അമ്മ വേർപ്പ് തുടക്കണ ഞാൻ കണ്ടതാണ് നേരത്തെ. ഇങ്ങനെ ഓക്കെ, ഇനി നമുക്ക് ആദിത്യ സാബുനുള്ള മാർക്സ് ആണ്. വിജയ് പറഞ്ഞ പോലെ തന്നെ വിദ്വാണൻ അറിയാം. എന്റെ ഇതൊക്കെ പ്രതീക്ഷ. ഈ 3 പിള്ളേരുടെ കൂടെ നമ്മുടെ പാവ അനന്തുവിനെ ഇറക്കി വിട്ടു. ഞാൻ എങ്ങനെ എന്തൊക്കെ പഠിപ്പിച്ച നിന്നെ വിട്ടത്? നീ ഒരു വരി എന്താണ് മറ്റേ അനുഇന്ദ്രന്റെ മാല പൊട്ടിക്കാൻ വരുന്ന പോലെയാണല്ലോ. നമ്മുടെ സൂപ്പർ 4-ലെ ഏറ്റവും ഹിറ്റ് പേര് എന്ന് പറഞ്ഞാൽ പെറ്റ് നെയിമില് തുത്തുനുവിന്റെ ആണ് അല്ലെ? പക്ഷെ ഇതിനെക്കാട്ടി കിടലം പേരുള്ള ഒരാളാണ് ഈ നിൽക്കുന്നത്. എന്താണ്?
എന്റെ അപ്പൂപ്പൻ എന്നെ വിളിച്ചിരുന്നേ ഡഡ്ഡടേന്ന്. അയ്യോ എന്താ ഡാൽഡയോ? ഞാനൊരു പാട്ട് പാടാം. കുഞ്ഞിമണി വീണ വീട്ടാ. ഞാനൊരു പാട്ട് പാടാം. പാട്ട് കേട്ട് പോവാലാട്ടാ. ജീവിതം ഒന്നേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് മാക്സിമം സെലിബ്രേറ്റ് ചെയ്യാൻ ചേട്ടാ, മരണം ഒന്നുള്ളൂ, പക്ഷെ ജീവിതം എല്ലാ ദിവസവും ഉണ്ട്. അത് കലക്കി, അത് കലക്കി. റീമിയൊക്കെ വായും പൊളിച്ചിരിക്കുന്നു. പിന്നല്ല പാട്ടിടാൻ ചെറിയ സങ്കടമുണ്ട്. പാട്ട് അതൊന്നും കുഴപ്പമില്ല. നീ പറഞ്ഞ് കരയിപ്പിക്കോ? ഞങ്ങളിങ്ങ് വരുമ്പോ നിനക്ക് മാറി മാറി ഉമ്മ തരും. ഇഷ്ടായോ? ഇപ്പൊ ചെറിയൊരു സമാധാനം. വിധുണ്ണാ ആ മുഖത്തോട്ടൊന്ന് നോക്കിയേ. ഇനിയാണ് ആ കൊച്ചു ശരിക്കുള്ള ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്നത്. ഓ, ഇതുവരെ തമാശയായിരുന്നു. നീയാണ് യഥാർത്ഥ- മക്കളെ പറയടാ, ഇനിയാണ് ശരിക്കും. കൽപ്പനകക്ഷിയല്ല. ഡാൻസേഴ്സിനൊക്കെ ഉണ്ടാവുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട് ചില സമയത്ത്. ഈ ഒരു മുഖമുണ്ട് ഇങ്ങനെ, അതൊക്കെ ഇങ്ങനെ. ഗായത്രി ബീജിയും ഒക്കെ ഇങ്ങനെ നിൽക്കുക. ഞാനൊരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. അഥവാ ജയിക്കുവാണെങ്കിൽ മുടി അഴിച്ചിട്ടിട്ട് ചേച്ചിയെ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി അടിപൊളി. ആയിക്കോട്ടെ, ആ ഒരു ചടങ്ങ് എന്ത് പറ്റി? അവന്റെ അല്ലേ മുടി? എന്റെ മുത്താണ് ശ്രീലക്ഷ്മി. ഭയങ്കര ബുദ്ധിമുട്ടാണ് പാടാനായിട്ട്, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പറഞ്ഞു. അത് I'm gonna pop some tags, only got $20 in my pocket.